സർ, ഞാൻ ഗോപേഷ് KM SYM. സർ, എന്റെ ചോദ്യം ഇതാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ കൊന്നാലോ, അല്ലെങ്കിൽ ഒരു മൃഗം ഒരു മൃഗത്തെ കൊന്നാലോ, അല്ലെങ്കിൽ ഒരു മൃഗം ഒരു മനുഷ്യനെ കൊന്നാലോ നമ്മളാരും അത് തെറ്റായി കണക്കാക്കുന്നില്ല. പക്ഷെ ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു മനുഷ്യനെ കൊന്നാൽ അത് വലിയൊരു തെറ്റായി കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ? ജീവിക്കുവാൻ വേണ്ടി മനുഷ്യൻ മൃഗത്തെ കൊന്നാലോ, എന്നാൽ അതേപോലെ തന്നെ മൃഗത്തെ കൊന്നാലൊന്നും അതൊരു തെറ്റായി നമ്മൾ കണക്കാക്കുന്നില്ല. മനുഷ്യനെ കൊന്നാൽ തെറ്റായി കണക്കാക്കുന്നു. എന്തുകൊണ്ടങ്ങനെ? ഇവിടെയാണ് കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശം നമുക്ക് അനിവാര്യമാകുന്നത്. എന്തുകൊണ്ട് ഒരു തെറ്റ് തെറ്റാകും? എന്തുകൊണ്ട് ഒരു കാര്യം തെറ്റാകും? തീർച്ചയായും എന്റെ സുഹൃത്തിന്റെ വീക്ഷണത്തിൽ ഒരു വളരെ അനിവാര്യമായ പട്ടിണിയുടെ ഒരു ഘട്ടത്തിൽ ജീവിതം നിലനിർത്താൻ വേണ്ടി മറ്റൊരു സുഹൃത്തിനെ പിടിച്ചു തിന്നത് കൊണ്ട് തെറ്റില്ല. ഇത് നമ്മുടെ ഒരു വീക്ഷണമാണ്. ആ വീക്ഷണത്തിന് ഞാൻ കുറ്റം പറയില്ല. ഈ വീക്ഷണത്തിന് കുറ്റം പറയാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരാൾക്ക് ആ വീക്ഷണം വെച്ച് പുലർത്താൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് തെറ്റാണ് എന്നുള്ളൊരു വീക്ഷണം വെച്ച് പുലർത്താൻ വേറൊരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും തിന്നപ്പെടുന്ന വ്യക്തിക്ക് അത് തെറ്റാണെന്നുള്ള വീക്ഷണം തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. ഇയാളൊരാളെ പിടിച്ച് തിന്നാൻ പോവാണ്, ആ പിടിച്ച് തിന്നാൻ പോണ ആൾക്ക് ഇത് തെറ്റാണെന്നുള്ള വീക്ഷണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ യുക്തി പോരാ. നിങ്ങളിപ്പോ അടുത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകം വായിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം വളരെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെല്ലാം ഒരു കേരളത്തിന്റെ ധാർമ്മികതയുടെ വിഷയത്തിൽ ഒരു പാരഡിം ഷിഫ്റ്റായി, ഒരു അടിസ്ഥാന മാറ്റമായി വിശേഷിപ്പിക്കുന്ന പുസ്തകം, ഒരു അഭിസാരികയുടെ പുസ്തകം. അഭിസാരിക എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുക്കും. ഒരു സെക്സ് വർക്കറുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം, ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം വളരെയധികം വിഗ്രഹവൽക്കരിക്കപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട പുസ്തകമാണ്. ഞാൻ അതേ പുസ്തകത്തിലേക്കല്ല കിടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പറയുന്ന പലരും എന്താണ്, വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ മോശം ഏർപ്പാടാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യത്തിന്റെ അപരിമേയമായ അനുഭൂതിയാണ് ഈ അഭിസാരിക വൃത്തിയിലൂടെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും പറയാൻ സ്വാതന്ത്ര്യം ഒരാൾ അല്ലേ? അഭിസാരിക അവർ ലൈംഗിക തൊഴിലാളിയാണ്. അവർ പറയുന്നത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്നാണ്. അവരുടെ പുസ്തകത്തിലൂടെ, അവരുടെ ഇന്റർവ്യൂകളിലൂടെ, അവർക്ക് ഇന്ന് പ്രത്യേക ഗസ്റ്റ് കോളം അനുവദിച്ചു കൊടുത്ത കേരളത്തിലെ സാംസ്കാരിക മാസികകൾ വരെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ രണ്ട് വീക്ഷണങ്ങളും ഉണ്ടാകാം ഒരാൾക്ക്. ഇപ്പോ നമുക്കറിയാം പല വിഷയങ്ങളിലും അങ്ങനെ വീക്ഷണങ്ങൾ ഉണ്ടാകാം. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയട്ടെ. മഹാരാഷ്ട്രയിലാണെന്നാണ് എന്റെ ഓർമ്മ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഹൈക്കോടതിയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, വൃദ്ധരായ രണ്ട് മാതാപിതാക്കൾ ഹൈക്കോടതിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കോടതി ഞങ്ങളുടെ മരുമകളോടൊന്ന് പ്രസവിക്കാൻ പറയണമെന്നാണ് കോടതിയോട് അവരുടെ ആവശ്യം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവരുടെ മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ വൈവാഹിക ജീവിതത്തിൽ ഇവൾ ഗർഭിണിയായി ഏതാനും മാസങ്ങളായപ്പോഴേക്ക് അവൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു. ഈ വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെ മുന്നിൽ ഈ പെൺകുട്ടി തീരുമാനിച്ചു, എനിക്കൊരു വിവാഹ ജീവിതം വേണം, അതുകൊണ്ട് തന്നെ ഈ എന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഞാൻ അബോർട്ട് ചെയ്യാൻ പോവുകയാണ്, ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. വൃദ്ധരായ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് സ്വത്ത്, ഞങ്ങൾക്ക് അനന്തരാവകാശിയായി ആകെ വരാനുള്ളത് ഈ കുഞ്ഞ്, അതുകൊണ്ട് നീ ഒന്ന് ഈ കുഞ്ഞിനെ പ്രസവിക്കണം, ആരും അറിയേണ്ട. ഈ കുഞ്ഞിനൊന്ന് പ്രസവിച്ച് തന്നാൽ അതിന് എന്ത് ചെലവ് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം. ഈ കുഞ്ഞിനൊന്ന് പ്രസവിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന്റെ സ്മരണയെങ്കിലും നിലനിർത്തി ഞങ്ങളുടെ ഒരു അനന്തരാവകാശം ലഭിക്കും. കോടതിയുടെ മുന്നിൽ ഈ കേസ് വന്നു. കോടതി എന്ത് മറുപടി? പെണ്ണിന്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അവളുടേതിന് ന്യായമുണ്ട്, മാതാപിതാക്കളുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അവരുടേതിന് ന്യായമുണ്ട്, അല്ലേ? രണ്ടും ന്യായമാണ്. എന്താണ് അവിടെ വിധി? ഇവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. ഇവിടെയാണ് മനുഷ്യൻ നന്മതിന്മകളെ വ്യവച്ഛേദിക്കുവാൻ മനുഷ്യന്റെ കേവല ബുദ്ധിയോ യുക്തിയോ പോരാ എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവിക മാർഗദർശനം അനിവാര്യമാണ് എന്ന് പറയുന്നത്. സുഹൃത്തിന്റെ ചോദ്യത്തിന് എന്തുകൊണ്ട് മനുഷ്യനെ കൊന്നു തിന്നുകൂടാ എന്ന ചോദ്യത്തിന് ഇസ്ലാമികമായ ഉത്തരം പടച്ചതമ്പുരാന് പാടില്ല എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ്.
മനുഷ്യനെ മാത്രമല്ല, മറ്റു പല മൃഗങ്ങളെയും കൊന്നു തിന്നാൻ പാടില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ ജന്തുബുക്കുകളായ മൃഗങ്ങളെ കൊന്നു തിന്നാൻ പാടില്ല. അവരെ കൊല ചെയ്യാൻ അനിവാര്യമായ ഘട്ടത്തിൽ അനുവദിക്കുന്നുണ്ടെങ്കിലും കൊന്നു തിന്നാൻ പാടില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇസ്ലാമികമായ ഉത്തരം നേരത്തെ സമർപ്പണത്തിന്റെ ഉത്തരമാണ്. എന്താണ് അത്? പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നേർക്ക് നേരെയുള്ള ഉത്തരം. നേരത്തെ പറഞ്ഞ അഭിസാരിക വൃത്തി എന്തുകൊണ്ട് തെറ്റ്? ഇസ്ലാമികമായ വീക്ഷണത്തിൽ പടച്ച തമ്പുരാൻ തെറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട്. അതേസമയം വൈവാഹിക ജീവിതം എന്തുകൊണ്ട് ശരി? പടച്ച തമ്പുരാൻ ശരി എന്ന് പഠിപ്പിച്ചത് കൊണ്ട്. ഓരോ വിഷയത്തിലും കൃത്യമാണ് മാർഗനിർദ്ദേശം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഇസ്ലാമിന്റെ ഉത്തരം എന്താണ്? ആ കോടതിയിലെ പ്രശ്നത്തിന് ഉത്തരം വ്യക്തമാണ്. പെണ്ണ് പ്രസവിക്കണം. ഇസ്ലാമികമായ ഒരു കോടതി സംവിധാനമാണെങ്കിൽ ആ കോടതി സംവിധാനം ഒരിക്കലും ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കൊന്നുകൊണ്ട് ഒരാളുടെയും സുഖം സംരക്ഷിക്കുവാൻ ഇസ്ലാം അനുവദിക്കില്ല. അവിടെ ആ കുഞ്ഞു പുനഃപ്രസവിക്കപ്പെടണം. പിന്നീട് വേണമെങ്കിൽ അവൾക്ക് അവളുടെ തീരുമാനമെടുക്കാം. ഇസ്ലാമികമായ ഒരു സമൂഹത്തിൽ അവൾ പിന്നീട് വിവാഹം ചെയ്യപ്പെടലോ അവളുടെ വൈവാഹിക ജീവിതമോ ഒന്നും ഒരു പ്രശ്നമാവുകയുമില്ല. മറ്റൊരു വശമാണ്. ഇവിടെയെല്ലാം നമ്മൾ കാണുക ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ അനിവാര്യതയാണ്. ആ ദൈവിക മാർഗനിർദ്ദേശ പ്രകാരം ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയാണ്. ഈ വിഷയം ഇവിടെ നാം ഉപസംഹരിക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷത്തോടുകൂടി, വളരെയേറെ സംതൃപ്തിയോടുകൂടി എന്റെ മുന്നിലിരിക്കുന്ന എന്റെ അനുജ സഹോദരന്മാരോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നിങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവതരമായി കാണണമെന്ന് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പം. വിശേഷിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രൊഫഷണൽ സ്റ്റുഡൻസ്, ഇപ്പോൾ കേരളത്തിലെല്ലാം വളർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ എന്താണ്? എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റ് നമ്മുടെ കയ്യിലുള്ള വളരെ എളുപ്പമുള്ള മാനേജ്മെന്റാ. അതാ ഒരു തുണ്ട് കയറ്, അതല്ലെങ്കിൽ ഒരു സൈനൈഡ് ഗുളിക, കഴിഞ്ഞു. ക്രൈസിസ് മാനേജ്മെന്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ മരിക്കുക, എന്നാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. പരമാവധി സുഖിക്കുക, അതിന് കടം വാങ്ങുക, പിന്നെയും കടം വാങ്ങുക. പലിശക്കാരൻ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുമ്പോഴോ സുഖിച്ചത്ര ലാഭം, ഇനി മരിക്കുക, മക്കളടക്കം. എന്താ കാരണം? സുഖിച്ചത് ലാഭം, ഇവിടെ മരിച്ചാലോ ഇനി ഒന്നുമില്ല എന്നുള്ള വിചാരം അല്ല. മരണത്തിന് ശേഷം ഒരു ജീവിതത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. തീർച്ചയായും ഒരു ജീവിതമുണ്ട് എന്നത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അനുഭവ സാക്ഷ്യമാണ്. നിങ്ങൾ പഠിക്കുക, ഗൗരവതരമായി പഠിക്കുക. അഥവാ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഉണ്ടെങ്കിലോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം പരിശോധിക്കുക. എനിക്കവിടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് കൃത്യമായി വിവരം നൽകുന്ന ഗ്രന്ഥം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് വായിച്ചു നോക്കുക. ഖുർആന്റെ ആശയങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ ലഭ്യമാണ്. ഒന്ന് വായിച്ചു നോക്കുക. അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. വായിച്ചു നോക്കുക, പഠിക്കുക. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ എത്ര നിഷേധിച്ചാലും നിഷേധിക്കപ്പെടുകയില്ല എന്നുള്ളത് സത്യമാണ്. നാം ഏത് സമയത്തും മരണപ്പെടാം. മരണം എന്നുള്ളത് നാം പറയുന്ന ഡേറ്റിനല്ല. ഇന്ന് നമുക്കറിയാം, പലപ്പോഴും കുഞ്ഞ് ഏകദേശം പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഡേറ്റിന് വേണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആക്കി തരാൻ പല ഡോക്ടർമാർക്കും കഴിഞ്ഞേക്കും, അല്ലേ? പറയുന്ന സമയത്ത്, പറയുന്ന നക്ഷത്രത്തിൽ, പറയുന്ന തീയതിക്ക് ജനിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ മരിക്കാൻ ഇന്ന ഡേറ്റിനെ എനിക്ക് മരിക്കാവൂ എന്ന് തീരുമാനിക്കാൻ കഴിയുമോ? ഇല്ല. ഞാൻ ഈ സംസാരം അവസാനിപ്പിച്ച് എന്റെ വീട്ടിലേക്ക് പോകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധ്യമല്ല. ഒരിക്കലും നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവതരമാണ്. പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, വീണ്ടും വിമർശിച്ച് പഠിക്കുക. ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്ത് നാം ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. അതിന് പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇത്രയും ജീവസ്വത്ത രീതിയിൽ ഈ ചോദ്യോത്തര വേദിയെ നിലനിർത്തിയതിന് നിങ്ങൾക്ക് എല്ലാ സഹോദരന്മാരോടും വ്യക്തിപരമായി തന്നെ എനിക്കുള്ള കൃതജ്ഞതയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയ മാർഗദർശനമാണ് ഇസ്ലാം. പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ദർശനമാണത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. Allah
വിതരണം. ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ചോസ് ട്രൂത്ത് സെന്ററുകൾ. നാദ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ.